ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അങ്കമാലി സ്റ്റൈലിൽ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ നമ്മുടെ പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പോർക്ക് ഫ്രൈ, പോർക്ക് റോസ്റ്റ് എന്നൊക്കെ പറയാം. നല്ല ഡ്രൈ രൂപത്തിൽ, നല്ല കറുത്ത നിറത്തിൽ ഇങ്ങനെ വരട്ടി എടുക്കുന്ന നല്ലൊരു ഗ്രേവി, അതിൻ്റെ ഒരു മസാല തന്നെ കഴിക്കാനായിട്ട് അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 1/2 കിലോ അളവിൽ പോർക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ വെളിച്ചെണ്ണയും ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ്. ആദ്യം പോർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇതൊക്കെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും 3 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് എടുത്ത് വെക്കണം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതിയാകും. പിന്നെ നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ പോർക്ക് ഒന്നും കൂടി ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ആ ഒരു കൂട്ടിയിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പോർക്കിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ നമുക്കതൊന്ന് തിരുമ്മി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുത്ത ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ബീഫിൻ്റെ അത്രയും വേവ് പോർക്കിനില്ല, അതുകൊണ്ട് 3 വിസിൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്കതൊന്ന് 3 വിസിലിനായിട്ട് വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ബാക്കി ചതച്ച് വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റില്ലേ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള, ഒരു 3 മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ പോർക്ക് വെന്തപ്പോഴേക്കും അതിൽ നിന്ന് ആ ഒരു പോർക്കിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അത് ഉരുകി എണ്ണ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ സവാള വഴറ്റാനായിട്ട് ആ ഒരു നെയ്യ് ഉരുകിയതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അധികം ഉപയോഗിച്ചിട്ടില്ല. ആ നെയ്യിൽ തന്നെയാണ് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇത്രയുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളൊരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം മാത്രമേ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ. മഞ്ഞൾപ്പൊടിക്കും മല്ലിപ്പൊടിക്കും ഒരു കുത്തൽ ഫീൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. മുളക് പൊടിയൊക്കെ പിന്നീടാണ് ചേർക്കുന്നത്. മുളക് പൊടിക്കൊക്കെ കുത്തലും അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി ചേർക്കുമ്പോഴത്തേന്. അപ്പോൾ നമുക്ക് അധികം ഇട്ട് വഴറ്റാൻ പറ്റില്ല. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കുത്തൽ മാറത്തുമില്ല, മുളക് പൊടി കരിഞ്ഞും പോകും. ഇത് രണ്ടും കൂടെ ഒപ്പിട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ഇട്ട് വഴറ്റുന്നത്. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയുടെയും ഒക്കെ അളവ് എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ.
ഇതും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൊടികൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പോർക്ക് റോസ്റ്റ് ആ ഒരു കറുത്ത ഷെയ്ഡ് വരിക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, കുഞ്ഞു തക്കാളിയാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു പോർക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, അതും കൂടി ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പോർക്ക് വേവിക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇത് പോർക്കിൽ നിന്ന് വെന്ത് വന്നപ്പോൾ ഇറങ്ങി വന്ന വെള്ളമാണ്, അതുകൊണ്ടാണ് അത് ഒഴിവാക്കാതെ കേട്ടോ. പോർക്കിൻ്റെ സ്റ്റോക്കാണല്ലോ, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റാണ് വേണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പോർക്ക് മാത്രം ഊറ്റി അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു തിക്ക് റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത് കേട്ടോ. അധികം ഡ്രൈ അല്ല, ഫ്രൈ പോലത്തെ ഡ്രൈ അല്ല, അതുകൊണ്ട് ഞാൻ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വരട്ടി ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് വരട്ടി ആ ഒരു ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ വരണ്ട് വരും കേട്ടോ. കുറേ പ്രോസസ്സിന് ശേഷം ഒരു അരമണിക്കൂറോളം നമ്മളിങ്ങനെ വറ്റിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഗ്രേവിയൊക്കെ വറ്റി പാകത്തിനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് എക്സാക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ എത്രത്തോളം ഇട്ട് കുക്ക് ചെയ്യുന്ന അത്രത്തോളം ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പോർക്കിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വറ്റി വരേണ്ട നല്ലൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്, പാകത്തിനുള്ള പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.